Good morning students. Today we are going to start with the topic training. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ആദ്യം ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്നുള്ളത് പഠിച്ചു. അതായത് എത്ര നമ്പർ ഓഫ് എംപ്ലോയീസിന് നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ആവശ്യമായിട്ട് വരും എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്താണെന്നുള്ളത് പഠിച്ചു. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ ദി പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ് ഇൻ അവർ ഓർഗനൈസേഷൻ. നമ്മളുടെ ഓർഗനൈസേഷനിൽ ജോബ് വേക്കൻസീസ് വരുമ്പോൾ അത് പബ്ലിക്കിനെ ഇൻഫോം ചെയ്യുകയും അവരെ കൊണ്ട് നമ്മളുടെ ഓർഗനൈസേഷൻസിലെ വേക്കൻസി അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ സെലക്ഷൻ പഠിച്ചു. അതായത് നമുക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ അപ്ലിക്കേഷനിൽ നിന്നും നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള നമ്മളുടെ ജോബിന് സ്യൂട്ടബിളായിട്ടുള്ള റിക്വയർഡ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്റ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മളുടെ ഓർഗനൈസേഷനിൽ അവർക്ക് സ്യൂട്ടബിളായിട്ടുള്ള പൊസിഷനിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ജോബ് പെർഫോം ചെയ്യാനായിട്ടുള്ള സ്കില്ലും നോളജും അവർക്ക് അക്വയർ ചെയ്യാനായിട്ടാണ് നമുക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ട്രെയിനിങ്, എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ജോബ് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോളജും സ്കില്ലും അക്വയർ ചെയ്യാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ട്രെയിനിങ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിങ്ങിൽ കൂടെ ഓരോ എംപ്ലോയിയും അവരുടെ നോളജും അവരുടെ സ്കില്ലും ഒക്കെ ഇൻക്രീസ് ഇമ്പ്രൂവ് ചെയ്യുകയാണ്. ഓൾറെഡി ഉള്ളതിനെ ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇൻക്രീസ് ചെയ്യുകയാണ് ഈ ട്രെയിനിങ്ങിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിൽ പറയുന്നത് അവർക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് നമ്മൾ ഈ ട്രെയിനിങ്ങിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി സ്കില്ലും നോളജൊക്കെ ഉള്ളവർ തന്നെയാണ്, പക്ഷേ ആ ഒരു പർട്ടിക്കുലർ ജോബ് പെർഫോം ചെയ്യാനായിട്ടുള്ള സ്കില്ലും നോളജും അവരിൽ നമ്മൾ അക്വയർ ചെയ്ത് എടുക്കുക തന്നെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ. എപ്പോഴും 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ വരുന്നതാണ് ഡിഫൈൻ ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അക്കോർഡിംഗ് ടു എഡ്വിൻ B. Flippo, training is the act of increasing the knowledge and skills of an employee for doing a particular job. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ജോബ് പെർഫോം ചെയ്യാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്കില്ലും നോളജും അത് ഇൻക്രീസ് ചെയ്യുക, ആ ഒരു പ്രവൃത്തിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രെയിനിങ് എന്ന് പറയുന്നത്. ട്രെയിനിങ് ഈസ് ദ ആക്ട് ഓഫ് ഇൻക്രീസിങ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് എൻ എംപ്ലോയി ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. ഒരു പർട്ടിക്കുലർ ജോബ് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോളജും സ്കില്ലും ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ എംപ്ലോയീസ് പുതിയ നോളജും സ്കില്ലും ഒക്കെ അക്വയർ ചെയ്യും. ഓൾറെഡി ഉള്ളതിനെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തെടുക്കും, ഇമ്പ്രൂവ് ചെയ്തെടുക്കുകയൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. മാത്രമല്ല അവർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു വർക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്ന് തോന്നുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആവും. അവർക്ക് എല്ലാറ്റിനും ഒരു ധൈര്യം വരും, എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യാനായിട്ടും. അപ്പോൾ ടോട്ടലി അവരിലൊരു ഓവറോൾ ഡെവലപ്മെൻറ്റ് തന്നെയാണ് ട്രെയിനിങ്ങിൽ കൂടെ നടക്കുന്നത്. ദെൻ എംപ്ലോയീസിനെ എങ്ങനെയാണ്, നമുക്കറിയാം ഓരോ ഓർഗനൈസേഷനും എംപ്ലോയീസിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഡിസൈഡ് ലെവൽ ഓഫ് പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ ഈ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് ഓരോ ഓർഗനൈസേഷനും എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഡിസൈഡ് ലെവൽ ഓഫ് പെർഫോമൻസ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് പെർഫോം ചെയ്യാനും സഹായിക്കും. പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് അവർക്ക് അവൈലബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ. മാത്രമല്ല അവരുടെ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റിനും അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിനും പേഴ്സണൽ ഗ്രോത്തിനും ഒക്കെ സഹായകമാവുന്നത് തന്നെയാണ് ഈ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പഠിച്ചു. ട്രെയിനിങ് ഈസ് ദി ആക്ട് ഓഫ് ഇൻക്രീസിങ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് എൻ എംപ്ലോയി ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ്. എന്താണ് ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതിൽ നമുക്ക് ഫസ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംപ്രൂവ് എഫിഷ്യൻസി. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ പറയുന്നത് എഫിഷ്യൻസി, അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് അവൈലബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിനെ അവരുടെ എന്താ പറയുക, അവരുടെ പെർഫോമൻസ് ലെവലും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയും ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. എംപ്ലോയീസിന് പുതിയ പുതിയ നോളജും സ്കില്ലും അക്വയർ ചെയ്യാനായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവുകയും ചെയ്യും. ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ആവും. അപ്പോൾ എഫിഷ്യൻസി ഇൻക്രീസ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് എംപ്ലോയീസിന് അവൈലബിൾ ആക്കുക തന്നെ വേണം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇംപ്രൂവ് ദ ക്വാളിറ്റിയാണ് നെക്സ്റ്റ് വൺ പറയുന്നത്. അപ്പോൾ സഫിഷ്യൻ്റ്ലി ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജോബ് വളരെ ഭംഗിയായിട്ട് പെർഫോം ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന വർക്ക് ആർക്കും ചെയ്യാം അല്ലേ, അത് എത്രത്തോളം പ്രൊഫിഷ്യൻസിയിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാനായിട്ടും അവർക്ക് റിക്വയർഡ് ട്രെയിനിങ് അവൈലബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരാൾ ഒരു ജോബ് പെർഫോം ചെയ്യുമ്പോൾ അതിൽ എറേഴ്സ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അവർക്കറിയാം ആ ട്രെയിനിങ്ങിൽ കൂടെ അവർക്ക് അതിലുള്ള നോളജും സ്കില്ലും കിട്ടിയിട്ടുണ്ട്, എങ്ങനെയാണ് ആ ജോബ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത്. മാത്രമല്ല നമ്മളുടെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് പെർഫോമൻസ് ഉണ്ട്, മീൻസ് ഡിസൈഡ് ലെവൽ ഓഫ് പെർഫോമൻസ്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് പെർഫോം ചെയ്യാനായിട്ടും എംപ്ലോയീസിന് സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെവലപ്സ് ഓർഗനൈസേഷണൽ കൾച്ചർ. അപ്പോൾ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഓർഗനൈസേഷനിൽ, അത് നമുക്ക് ഓർഗനൈസേഷനെ പറ്റി നമുക്ക് ഫെമിലിയർ ആവാൻ പറ്റും. നമ്മൾ പറഞ്ഞിരുന്നു ട്രെയിനിങ്ങിൽ കൂടെ പലതരത്തിലുള്ള നോളജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഇൻഫോർമേഷൻ ആ ഒരു പർട്ടിക്കുലർ എംപ്ലോയിക്ക് ഈ ട്രെയിനിങ്ങിൽ കൂടെ കിട്ടുകയാണ്. എന്താണ് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്, നമ്മളുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ്, അവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഒരു ഓവറോൾ ഇൻഫോർമേഷൻ, ഒരു ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള ഓവറോൾ ഇൻഫോർമേഷൻ ഈ ട്രെയിനിങ്ങിൽ കൂടെ എംപ്ലോയീസിന് അവൈലബിൾ ആവുകയാണ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒരു ഓർഗനൈസേഷണൽ കൾച്ചർ തന്നെ എംപ്ലോയീസിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഈ ട്രെയിനിങ്ങിൽ കൂടെ സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് പേഴ്സണൽ ഗ്രോത്ത് ആണ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് മാത്രമല്ല നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് തന്നെയാണ് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. പക്ഷേ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർക്ക് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സും നടപ്പിലാക്കാൻ സാധിക്കും ഈ ട്രെയിനിങ്ങിൽ കൂടെ. അതായത് അവർ കൂടുതലായിട്ട് അവർക്ക് ഇതുവരെ അറിയാത്ത നോളജും സ്കിൽസും അവർക്ക് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അവരുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആവും, കറേജ് ലെവൽ ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായി മാറുമ്പോൾ അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജ് അവരുടെ പേഴ്സണലായിട്ടുള്ള അവരുടെ കരിയറിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എംപ്ലോയീസ് അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആവും, കാരണം അവർക്കെല്ലാം പെർഫോം ചെയ്യാനായിട്ട് അറിയാം, അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഓർഗനൈസേഷനിലെ എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഓർഗനൈസേഷനിൽ ഒരു നല്ല പൊസിഷനിൽ എത്തുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. ആരും എന്നും ലോവർ ലെവലിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ആവശ്യം ഒരു ഹയർ പൊസിഷനിലേക്ക് എത്തുക, അതായത് ത്രൂ പ്രൊമോഷൻ ഒരു നല്ല പൊസിഷനിൽ എത്തുക എന്നുള്ളത് തന്നെയാണ്. അവരുടെ കരിയർ അഡ്വാൻസ്മെൻറ്റ്, പേഴ്സണൽ ഗ്രോത്ത്, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ ഈ ട്രെയിനിങ്ങിൽ കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. അപ്പോൾ എംപ്ലോയീസിൻ്റെ ഹെൽത്തും സേഫ്റ്റിയും ഇംപ്രൂവ് ചെയ്യാനായിട്ട് ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ത്രൂ ട്രെയിനിങ് നമ്മൾ എങ്ങനെയാണ് ഒരു ജോബ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള നോളജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ചില ജോബ്സ് വളരെ റിസ്ക്കി ആയിട്ടുള്ളതായിരിക്കും, സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള പല ജോബ്സും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ജോബ്സ് പെർഫോം ചെയ്യാനായിട്ടുള്ള നോളജ് സേഫ്റ്റിയോടുകൂടി അവർക്ക് യാതൊരു തരത്തിലുള്ള അപകടവും ഇല്ലാതെ എങ്ങനെ ആ ജോബ് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ട്രെയിനിങ് ആണ് അവർക്ക് കിട്ടുന്നത്. സോ അവരുടെ ഹെൽത്തും സേഫ്റ്റിയും ഇംപ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അവർക്ക് ഒരിക്കലും അവിടെ ഒരു ആക്സിഡൻസിനോ, ഇപ്പോൾ പല ഓർഗനൈസേഷനിലും നടക്കുന്നൊരു കാര്യമാണ് വർക്ക് പ്ലേസിൽ ആക്സിഡൻസ് വരാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. പക്ഷേ അത് റിക്വയർഡ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ യാതൊരു തെറ്റുകുറ്റങ്ങളും ഇല്ലാതെ തന്നെ ആ ഒരു ജോബ് വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യാനായിട്ട് അയാൾക്ക് സാധിക്കും. സോ അവിടെ ആക്സിഡൻസിനോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള യാതൊരു റിസ്കിനോ അവിടെ ഇമ്പോർട്ടൻസ് വരുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാത്തൊരു ജോബ് അല്ലെങ്കിൽ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഹസാർഡ്സ് ഉള്ളൊരു ജോബ് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് മെൻ്റൽ സ്ട്രെസ് ഉണ്ടായിരിക്കും. പക്ഷേ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു എംപ്ലോയിക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മെൻ്റൽ സ്ട്രെസ്സൊന്നും ഉണ്ടാവില്ല. കാരണം അയാൾ ത്രൂ ട്രെയിനിങ് അതിനുള്ള നോളജ് അക്വയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവരുടെ ഹെൽത്തും സേഫ്റ്റിയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഈ ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറയുന്നത് റെഡ്യൂസ് കോസ്റ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രെയിനിങ്, നമുക്ക് ത്രൂ ട്രെയിനിങ് വി ക്യാൻ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ട്രെയിനിങ് എംപ്ലോയീസിന് സ്കില്ലും നോളജും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു ജോബ് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. സോ അവിടെ ഒരിക്കലും ഒരു വേസ്റ്റേജിനുള്ള സ്കോപ്പില്ല. അതായത് ഇപ്പോൾ നമ്മൾ എപ്പോഴും വേസ്റ്റേജൊക്കെ വരിക എപ്പോഴാണ്? നമുക്ക് അറിയാത്ത ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാൻ ശരിക്കും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ കുറേ വേസ്റ്റേജിനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ അതേസമയം ആ ഒരു പർട്ടിക്കുലർ ജോബ് അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു വർക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ വേസ്റ്റേജിനുള്ള ചാൻസ് വളരെ കുറവാണ്. മാത്രമല്ല, അത് സൂപ്പർവൈസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരാളിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട ഒരു സൂപ്പർവൈസറുടെ ആവശ്യമൊന്നും അവിടെ ഇല്ല. കാരണം അയാൾ എക്സ്പീരിയൻസ്ഡ് ആണ്. ത്രൂ ട്രെയിനിങ് അയാൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി നമ്മളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഡ്യൂസ് മാൻ പവർ ഒബ്സലസൻസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ടെക്നോളജി എന്ന് പറയുന്നത് എവർ ചേഞ്ചിങ് ആണ് അല്ലേ, എപ്പോഴും അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ടെക്നോളജി. അപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജീസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് നമുക്ക് ഫെമിലിയർ ആവാനുള്ളൊരു ട്രെയിനിങ് നമുക്ക് കിട്ടുന്നുണ്ട്. എപ്പോഴും നോർമൽ കേസിൽ ഇപ്പോൾ ഒരു ടെക്നോളജി അപ്ഡേഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും വർക്കേഴ്സ് അത് റെസിസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അവർക്കത് അറിയില്ല, അതുമായിട്ട് ഫെമിലിയർ അല്ല, അതുകൊണ്ടാണ് അവരത് റെസിസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം അത് ഫെമിലിയർ ആവാനുള്ള ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് തന്നെ അഡോപ്റ്റ് ചെയ്യാനും അവരതിനോട് നല്ല രീതിയിൽ ഫേവറബിളായിട്ട് റെസ്പോണ്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ ട്രെയിനിങ് എംപ്ലോയീസിന് അവരുടെ നോളജും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ചേഞ്ചസൊക്കെ അബ്സോർവ് ചെയ്യാനും ഒക്കെ ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. ദെൻ അപ്പോൾ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറയുന്നത് ഇത്രയാണ്. ഇംപ്രൂവ് എഫിഷ്യൻസി, അതായത് ട്രെയിനിങ്ങിൽ കൂടെ അവരുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് അറിയാം. അപ്പോൾ അവരുടെ ഡിസൈർഡ് ലെവൽ ഓഫ് പെർഫോമൻസ് എന്താണ് ഓർഗനൈസേഷൻ എക്സ്പെക്റ്റ് ചെയ്യണമെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും, എഫിഷ്യൻസി കൂടും. ദെൻ ഇംപ്രൂവ് ക്വാളിറ്റി, അതിൽ നമ്മൾ പറയുന്നത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ ജോബ് പെർഫോം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അവിടെ വേസ്റ്റേജോ അല്ലെങ്കിൽ ആക്സിഡൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവരിൽ നിന്നും കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. ദെൻ ഡെവലപ്പ് ഓർഗനൈസേഷൻ കൾച്ചർ, അതിൽ നമ്മൾ പറഞ്ഞു ഒരു ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള ഓവറോൾ ഇൻഫോർമേഷനാണ് ട്രെയിനിങ്ങിൽ കൂടെ അവർക്ക് അവൈലബിൾ ആവുന്നത്. സോ അവർക്ക് ഓർഗനൈസേഷനുമായിട്ട് എല്ലാ തരത്തിലും ഫെമിലിയർ ആവാനായിട്ട് സാധിക്കും. പിന്നെ പേഴ്സണൽ ഗ്രോത്താണ്. ഓർഗനൈസേഷണൽ ഗ്രോത്തിൻ്റെ കൂടെ തന്നെ അവർക്ക് പേഴ്സണൽ ഗ്രോത്തിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ട്. അതായത് ഹയർ ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യാനും അവരുടെ കരിയർ അഡ്വാൻസ്മെൻറ്റ് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ദെൻ ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആണ് നെക്സ്റ്റ് വൺ പറയുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു അവരുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്? ത്രൂ ട്രെയിനിങ് അവർക്കറിയാം ഒരു റിസ്കി ആയിട്ടുള്ള ജോബ് എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പിന്നെ അവിടെ ആക്സിഡൻസിനോ അങ്ങനെയുള്ള എറേഴ്സിനോ ഒന്നുള്ള ചാൻസ് വളരെ കുറവാണ്. സേഫായിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ റെഡ്യൂസ് കോസ്റ്റ് പറഞ്ഞു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ട്രെയിനിങ്ങിൽ കൂടെ കുറയ്ക്കാൻ പറ്റും. കാരണം ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോൾ വേസ്റ്റേജിനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു സൂപ്പർവിഷൻ്റെ ഒന്നും ആവശ്യം അവിടെ വരുന്നില്ല. സോ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വൺ പറയുന്നത് റെഡ്യൂസ് മാൻ പവർ ഒബ്സലസൻസ് ആണ്.
അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ടെക്നോളജിക്കൽ ചേഞ്ചസൊക്കെ അപ്ഡേഷൻസൊക്കെ വരുമ്പോൾ അതുമായിട്ട് ഫെമിലിയർ ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നോർമൽ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കേഴ്സ് എപ്പോഴും റെസിസ്റ്റ് ചെയ്യും, കാരണം അവർക്കത് അറിയില്ല. അപ്പോൾ അത് ഫെമിലിയർ ആക്കാനുള്ളൊരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഈ ടെക്നോളജിക്കൽ ചേഞ്ചസൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. ദെൻ നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ് ആണ്. നമ്മൾ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? അപ്പോൾ ഇതിനെ നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ്ങിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അത് ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ബെനിഫിറ്റ് ടു ദ ഓർഗനൈസേഷനും അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ടു ദ എംപ്ലോയീസ്. ഈ ത്രൂ ട്രെയിനിങ് എംപ്ലോയീസിനും ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് ഓർഗനൈസേഷന് ട്രെയിനിങ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ട്രെയിൻഡ് എംപ്ലോയീസ് ആണെങ്കിൽ ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൊരു പോയിൻ്റാണ്. ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും, ഓട്ടോമാറ്റിക്കലി അവരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ആവും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക്, ദെയർ ക്വാളിറ്റി ഓഫ് വർക്ക് ഇംപ്രൂവ്സ്. അവർ ചെയ്യുന്ന വർക്ക് അതിൻ്റെ ക്വാളിറ്റി ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ യാതൊരു തരത്തിലുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേസ്റ്റേജ് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. ദെൻ നെക്സ്റ്റ് ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ജോബ് പെർഫോം ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ടൂൾസ് ആൻഡ് മെഷീനറീസ് അത് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് സാധിക്കും. അതായത് പുതിയതായിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ഒരു ജോബിന് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂൾസ് ആൻഡ് മെഷീനറീസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നൊന്നും അറിയുണ്ടാവില്ല. സോ നമുക്ക് ട്രെയിനിങ്ങിൽ കൂടെ എംപ്ലോയീസിന് അത് ഹാൻഡിൽ ചെയ്യാനുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അവിടെ ഒരിക്കലും നമ്മളുടെ വർക്ക് പ്ലേസിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനോ അല്ലെങ്കിൽ മെഷീൻ എന്തെങ്കിലും കേടുപാടുകൾ, മെഷീൻ ഫെയിലിയർ വരാനോ ഒന്നും ചാൻസ് ഇല്ല. മെഷീൻ ഫെയിലിയറൊക്കെ എപ്പോഴാണ് വരിക? മെയിനായിട്ടും വരുന്നത് അറിയാത്ത ആളുകൾ അത് ഹാൻഡിൽ ചെയ്യാൻ നോക്കുമ്പോഴാണ്. പക്ഷെ ട്രെയിനിങ് കിട്ടിയ ഒരാൾ അത് ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മെഷീനറി ഫെയിലിയറോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സോ ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് വേസ്റ്റേജ്. ഇപ്പോൾ മെറ്റീരിയൽസിൻ്റെ വേസ്റ്റേജ് ഒന്നും വരില്ല, കാരണം പ്രോപ്പറായിട്ട് എങ്ങനെയാണ് മെറ്റീരിയൽസ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ട്രെയിനിങ് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല റിഡക്ഷൻ ഇൻ ഐഡിൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ നമ്മളെപ്പോഴും വെറുതെ ഇരിക്കുക എപ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ, അതായത് നമുക്ക് അറിയാണ്ടാവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐഡിലായിട്ട് ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് ട്രെയിനിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് ആ ജോബ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനത്തെ ഐഡിൽ ടൈമൊക്കെ നമ്മളുടെ വർക്ക് പ്ലേസിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഓവർ ടൈം വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ആ ഒരു സ്പെസിഫൈഡ് പീരീഡിൽ തന്നെ അവർക്ക് ആ ഒരു ജോബ് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർവിഷൻ ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ഒബ്ജക്റ്റീവിൽ പറഞ്ഞത് തന്നെയാണ്, കാരണം അവർ എക്സ്പീരിയൻസ്ഡ് ആണ്, ട്രെയിൻഡ് ആണ്. സോ പ്രത്യേകിച്ചൊരു സൂപ്പർവിഷൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ സൂപ്പർവിഷന് വേണ്ടി വരുന്ന കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ചെറിയ എലമെൻ്റ് ആയിട്ടുള്ള കോസ്റ്റുകളൊക്കെ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മളുടെ ഓവറോൾ കോസ്റ്റ് റിഡക്ഷനിലും റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഓർഗനൈസേഷന് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാർക്കും ഇല്ലാത്ത അഡ്വാൻറ്റേജിന്, മറ്റുള്ളവർക്ക് അവൈലബിൾ അല്ലാത്ത എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടാവുമ്പോഴാണ് നമ്മളതിനെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ മറ്റു ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അത്ര ട്രെയിൻഡ് അല്ലാതിരിക്കുകയും നമ്മളുടെ സ്റ്റാഫൊക്കെ വെൽ ട്രെയിൻഡ് ആവുകയും ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഓരോ ഓർഗനൈസേഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓർഗനൈസേഷനുള്ള ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷനുള്ള ബെനിഫിറ്റായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ആവും, പ്രൊഡക്ടിവിറ്റി കൂടും, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് വർക്ക് ഇംപ്രൂവ് ആവും, ഡാമേജും ഡിഫക്റ്റീവ്നെസ്സും ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, മെഷീനറീസും ടൂൾസൊക്കെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് ആക്സിഡൻസും അതുപോലെ തന്നെ മെഷീൻ ഫെയിലിയറൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വേസ്റ്റേജ് ഒന്നും ഉണ്ടാവില്ല, ഐഡിൽ ടൈമും ഓവർ ടൈമിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ സൂപ്പർവിഷൻ ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഓവറോൾ കോസ്റ്റിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു.
ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ട്രെയിനിങ് കൊണ്ട് ഓരോ എംപ്ലോയിക്കും എന്ത് ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്, അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എംപ്ലോയീസിനുള്ള ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ നമുക്കറിയാം, ഓഫ് കോഴ്സ് അത് എന്താണ്, അവരുടെ ദേ ക്യാൻ ഇൻക്രീസ് ദയർ നോളജ് ആൻഡ് സ്കിൽ അല്ലേ, അവർക്ക് അവരുടെ നോളജും സ്കില്ലും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് നമുക്ക് വർക്ക് ചെയ്യാൻ അറിയാം അല്ലേ, നമ്മൾ ട്രെയിൻഡ് ആണ്. അപ്പോൾ ഓരോ എംപ്ലോയിയും അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് അറിയാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വരാനുള്ള ചാൻസ്. പക്ഷേ നമ്മൾ വെൽ ട്രെയിൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെയാണ്, നമുക്ക് യാതൊരു തരത്തിലുള്ള സ്ട്രെസ്സോ സ്ട്രെയിനോ ഒന്നും ഉണ്ടാവില്ല. നമ്മളതിൽ ജോബിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊമോഷനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് അവരുടെ കരിയറിൽ ഒരു അഡ്വാൻസ്മെൻറ്റ് നടക്കാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സാലറി കിട്ടുക, നല്ല ഇൻസെൻറ്റീവ്സ് കിട്ടുക, അതൊക്കെ അവരെ സംബന്ധിച്ച് ഒരു ബെനിഫിറ്റ് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് അവർക്ക് ഓർഗനൈസേഷൻ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ അവർക്ക് അറിയാനായിട്ട് പറ്റും. മാത്രമല്ല അവർക്ക് നമ്മളുടെ ഓർഗനൈസേഷനോട് ഓട്ടോമാറ്റിക്കലി ഒരു ലോയൽറ്റി ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് എംപ്ലോയീസിന് എല്ലാവരും ആദ്യം നോക്കുന്നത് അവരവരുടെ സേഫ്റ്റി തന്നെയാണ് അല്ലേ. അപ്പോൾ അവരുടെ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് സേഫ്റ്റി ഉണ്ട്. അവർക്കിപ്പോൾ എന്തെങ്കിലും ഒരു റിസ്കി ആയിട്ടുള്ള ജോബ് പെർഫോം ചെയ്യുമ്പോൾ സേഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർ വെൽ ട്രെയിൻഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ടെൻഷൻ്റെ കാര്യമില്ല. സോ അവർ നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ അവരുടെ ജോബ് പെർഫോം ചെയ്യും. അവർ ജോബിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അവർക്ക് ബെറ്റർ വർക്കിംഗ് കണ്ടീഷനിലൊക്കെ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് എംപ്ലോയീസിനുള്ള ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ എംപ്ലോയീസിനുള്ള ബെനിഫിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു ഇൻക്രീസ് ദ നോളജ് ആൻഡ് സ്കില്ല്, അതുപോലെ തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും, മോട്ടിവേഷൻ ഉണ്ടായിരിക്കും, അവർക്ക് നല്ല പ്രൊമോഷനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയുന്നതാണ് അവരുടെ സാലറി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഇൻസെൻറ്റീവ്സ് ഒക്കെ അവർക്ക് അവൈലബിൾ ആണ്, ഓർഗനൈസേഷണൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും, എംപ്ലോയീസ് കൂടുതൽ ലോയൽ ആയിരിക്കും, പിന്നെ അവർക്ക് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, ജോബിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബെനിഫിറ്റ് ടു ദ ഓർഗനൈസേഷനുള്ള ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നീഡ് ഫോർ ട്രെയിനിങ്. എന്താണ് ട്രെയിനിങ്ങിൻ്റെ നീഡ്, എന്താണ് അതിൻ്റെ ആവശ്യകത? അതിൽ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ട്രെയിനിങ് ആവശ്യമാണ് എന്ന് പറയുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് നീഡായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് ജോബ് റിക്വയർമെൻ്റ് ആണ്. ജോബ് റിക്വയർമെൻറ്റിൽ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു ജോബ് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു കുറച്ച് സർട്ടൻ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് നമുക്ക് അത്യാവശ്യമാണ്. ഓൾറെഡി എംപ്ലോയീസിന് കുറച്ച് നോളജും സ്കില്ലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അത് മാത്രം പോരാ. നമ്മൾ പുതിയൊരു ജോബ് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു വർക്ക് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഓൾറെഡി ഉള്ള ഒരു നോളജും സ്കില്ലും മാത്രം പോരാതെ വരും. അപ്പോഴാണ് നമുക്ക് അവിടെ ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത വരുന്നത്. അപ്പോൾ ന്യൂലി സെലക്റ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ ചിലപ്പോൾ ആ ജോബ് ചെയ്ത് പരിചയമില്ലാത്തവരായിരിക്കാം അല്ല, ചിലപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അപ്പോഴും നമ്മളുടെ ഓർഗനൈസേഷൻ്റെ രീതികൾ അവർക്കറിയുന്നുണ്ടാവില്ല. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഒരു ജോബ് പെർഫോം ചെയ്യുകയാണെങ്കിൽ ന്യൂലി സെലക്റ്റഡ് ആയിട്ടുള്ള ഫ്രഷേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ആ ഒരു ജോബിൻ്റെ ഒരു പ്രാക്ടിക്കലി എങ്ങനെയാണ് അത് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷനൊന്നും ഉണ്ടായിരിക്കില്ല. സോ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഓറിയൻറ്റേഷൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് എങ്ങനെയാണ് ജോബ് പെർഫോം ചെയ്യുക എന്നുള്ള ട്രെയിനിങ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെയാണ് ടെക്നോളജി യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ ആ ജോബ് പെർഫോം ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ മെറ്റീരിയൽസ്, ആ ജോബിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതുപോലെ തന്നെ പവർ എങ്ങനെ യൂസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പറ്റിയിട്ടുള്ള ഈച്ച് ആൻഡ് എവരി എലമെൻറ്റ് എല്ലാറ്റിനെ പറ്റിയിട്ടും ഉള്ള ഇൻഫോർമേഷൻ ത്രൂ ട്രെയിനിങ് നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ദെൻ അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് അവരുടെ വർക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഒരിക്കലും അവർ ജോബ് പെർഫോം ചെയ്യുമ്പോൾ അവിടെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവേ, അല്ലെങ്കിൽ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ സംഭവിക്കേ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജസ് ഉണ്ടാവേ, അങ്ങനെ അതിനൊന്നുമുള്ള പോസിബിലിറ്റീസ് അവിടെ ഉണ്ടാവില്ല. സോ ജോബ് റിക്വയർമെൻറ്റ്, അതായത് ജോബിന് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എംപ്ലോയീസ് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ട്രെയിനിങ് തന്നെ വേണം. അതാണ് ഫസ്റ്റ് നമ്മുടെ നീഡായിട്ട് നമുക്ക് പറയാനുള്ളത്. ജോബിൻ്റെ റിക്വയർമെൻറ്റ്, ജോബ് റിക്വയർമെൻറ്റ് എന്തൊക്കെയാണോ അതൊക്കെ അറിയാനായിട്ടുള്ള ട്രെയിനിങ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ട്രെയിനിങ് ഫോർ ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞു നമ്മളുടെ ഓരോ എംപ്ലോയിയുടെ കയ്യിൽ നിന്നും മാനേജ്മെൻറ്റിന് ഒരു ഡിസൈഡ് ലെവൽ ഓഫ് പെർഫോമൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പെർഫോമൻസ് ഇവാലുവേഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മാർക്ക്ഡ് ഡിഫറൻസ് കാണാൻ പറ്റും ബിറ്റ്വീൻ ദ ഡിസൈഡ് ലെവൽ ഓഫ് പെർഫോമൻസ് ഓഫ് ആൻ എംപ്ലോയി ആൻഡ് ദ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ദാറ്റ് എംപ്ലോയി. അപ്പോൾ നമ്മൾ ഓരോ ഓർഗനൈസേഷനും എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവൽ ഓഫ് പെർഫോമൻസും ഓരോ എംപ്ലോയിയും ശരിക്കും കൊടുക്കുന്ന പെർഫോമൻസും ലെവൽ ഓഫ് പെർഫോമൻസും തമ്മിൽ വലിയൊരു ഡിഫറൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മളവിടെ സ്കിൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് സ്കിൽ അനാലിസിസിൽ കൂടെ നമുക്കറിയാൻ പറ്റും ഏത് ഏരിയയിലാണ് ഇപ്പോൾ ചില സ്പെസിഫിക് സ്കിൽസ് എംപ്ലോയീസിന് ഇല്ലാതിരിക്കാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഏത് ഏരിയയിൽ ഏതൊക്കെ എംപ്ലോയീസിനാണ് ആ സ്പെസിഫിക് സ്കിൽസ് ഇല്ലാത്തത് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് അത് റെക്ടിഫൈ ചെയ്യാനുള്ള, അതായത് ആ സ്പെസിഫിക് സ്കിൽസ് ഏതൊക്കെയാണോ അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് നമുക്ക് അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ നീഡ് നമ്മൾ പറഞ്ഞു ട്രെയിനിങ് ഫോർ ഇംപ്രൂവ്ഡ് പെർഫോമൻസ്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ്, ആ സ്പെസിഫിക് സ്കിൽസ് അവർക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ട്രെയിനിങ് ആവശ്യമാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂസ് ഓഫ് ന്യൂ ടെക്നോളജി. അതായത് പുതിയൊരു ടെക്നോളജി അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെക്നോളജിയിൽ അപ്ഡേഷൻ വരുന്ന സമയത്ത് അതിൽ ഓപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ് തന്നെ വേണം അല്ലേ. അവർ ഇത്ര നാളും ഉപയോഗിച്ചിരുന്നൊരു ടെക്നോളജി അത് വ്യത്യസ്തമാണ്, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു പുതിയൊരു ടെക്നോളജി അപ്ഡേഷൻ വരികയാണ്, അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ അവൈലബിൾ ആക്കണം. അപ്പോൾ പുതിയ ആക്സിഡൻറ്റ്സ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ന്യൂ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആ ജോബ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ ആയിട്ടുള്ള എബിലിറ്റി അവർക്ക് ത്രൂ ട്രെയിനിങ് അവൈലബിൾ ആണ്. അപ്പോൾ പുതിയ ടെക്നോളജി യൂസ് ചെയ്യാനും ഈ ട്രെയിനിങ് അത്യാവശ്യമാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് കീപ് ദ എംപ്ലോയീസ് ഡൈനാമിക്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താ, എവർ ചേഞ്ചിങ് ആണ് അല്ലേ. അപ്പോൾ നമ്മളുടെ എംപ്ലോയീസ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നാലും അതൊക്കെ ടാക്കിൾ ചെയ്ത് പോകാനായിട്ട് നമുക്ക് പറ്റണം, ഓരോ എംപ്ലോയീസിനും പറ്റണം. അപ്പോൾ എംപ്ലോയീസിനെ ഡൈനാമിക് ആക്കാനും അവരെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ട്രെയിനിങ് ആവശ്യമാണ്. അപ്പോൾ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി പ്രൊമോട്ട് ദെയർ ഇന്നൊവേഷൻ, ദെയർ ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ സ്കില്ല് ഒബ്സലസൻസ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് സ്കില്ലുണ്ട് പക്ഷെ നമ്മളത് ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ സ്കില്ല് പിന്നെ നമുക്ക് കുറഞ്ഞു വരും. അപ്പോൾ അതൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. മാത്രമല്ല ഒബ്സലസൻസ് ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമല്ല, ഓൾറെഡി നമുക്കുള്ള സ്കില്ലിനെ നമുക്ക് ഷാർപ്പൻ ചെയ്യും കൂടെ വേണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് വഴിയാണ് കിട്ടുന്നത്, ട്രെയിനിങ് വഴിയാണ് കിട്ടുന്നത്. ദെൻ അടുത്ത നമ്മളുടെ നീഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീറ്റ് ഫ്യൂച്ചർ മാൻ പവർ നീഡ്സ്. അപ്പോൾ ട്രെയിനിങ് നമുക്ക് ഫ്യൂച്ചർ നീഡ്സിനെ മീറ്റ് ചെയ്യാനായിട്ടും നമ്മൾ ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഓർഗനൈസേഷനും നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഏത് ലെവലിലാണോ, ഒരു ഓർഗനൈസേഷൻ ഏത് ലെവലിലാണോ പെർഫോം ചെയ്യുന്നത് ത്രൂ ഔട്ട് ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനല്ല ഒരു ഓർഗനൈസേഷനും നോക്കുക. എപ്പോഴും എല്ലാവരുടെ മനസ്സിൽ ഒരു ഗ്രോത്ത് തന്നെയാണ്. അപ്പോൾ അവർ എക്സ്പാൻഷനും ഡൈവേഴ്സിഫിക്കേഷനും അല്ലെങ്കിൽ ഒരു പുതിയ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ലൈൻ അല്ലാതെ ദേ ക്യാൻ ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രൊഡക്റ്റ് ലൈൻ. അപ്പോൾ ബിസിനസ് ഗ്രോ ചെയ്യുന്നതിനോടൊപ്പം അവർക്ക് ഒരുപാട് ഫ്യൂച്ചർ പ്ലാൻസ്, എക്സ്പാൻഷൻ ഡൈവേഴ്സിഫിക്കേഷൻ പ്ലാൻസൊക്കെ അവർക്ക് ഒരുപാട് ഉണ്ടായിരിക്കും. സോ അതൊക്കെ ഫ്യൂച്ചർ പ്ലാൻസൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ട്രെയിൻഡ്
ട്രെയിൻഡ് സ്റ്റാഫിനെ ആവശ്യമാണ്. അതും ട്രെയിനിങ്ങിൽ കൂടിയാണ് പോസിബിൾ ആവുക. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ഇൻറ്റേർണൽ മൊബിലിറ്റി ആണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇൻറ്റേർണൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് അവരെ ത്രൂ ട്രാൻസ്ഫർ, പ്രൊമോഷൻ അല്ലെങ്കിൽ ഡിമോഷൻ ചേഞ്ച് ചെയ്യുക. അതിനാണ് നമ്മൾ ഇൻറ്റേർണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ മൊബിലിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ജോബിലേക്ക് ഒരാളിനെ കൊണ്ടുവരികയാണ്, മാറ്റുകയാണ്. അപ്പോൾ ആ ജോബ് പെർഫോം ചെയ്യാൻ അയാൾക്ക് അറിയില്ല. സോ ആ ഒരു പുതിയ ജോബ് പെർഫോം ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള നോളജ് അയാൾക്ക് കിട്ടണം ഈ ത്രൂ ട്രെയിനിങ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് നീഡ് ഫോർ ട്രെയിനിങ് ആണ്. നീഡ് ഫോർ ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ജോബ് റിക്വയർമെൻ്റ് ആണ്. അതായത് നമ്മളുടെ ജോബിന് ഒരു ജോബ് പെർഫോം ചെയ്യാൻ എന്തൊക്കെ സ്കില്ലും നോളജും ആവശ്യമുണ്ടോ അതൊക്കെ അക്വയർ ചെയ്യാൻ ട്രെയിനിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് നമ്മൾ ഓറിയൻറ്റേഷൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. അത് എങ്ങനെയാണ് നമ്മൾ ആ ടെക്നോളജി യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യേണ്ടത്, പവർ എങ്ങനെ യൂസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് ത്രൂ ട്രെയിനിങ് ആണ് അവൈലബിൾ ആവുന്നത്. രണ്ടാമത്തെ നീഡ് പറഞ്ഞത് ട്രെയിനിങ് ഫോർ ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ആണ്. അതായത് എപ്പോഴും നമ്മളുടെ ഓർഗനൈസേഷൻ എംപ്ലോയീസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഡിസൈഡ് ലെവൽ ഓഫ് പെർഫോമൻസും അതുപോലെ തന്നെ അവരുടെ ആക്ച്വൽ പെർഫോമൻസും ദർ വിൽ ബി സം മാർക്ക്ഡ് ഡിഫറൻസ്. സോ നമുക്ക് ആ ഡിഫറൻസ് കാണുമ്പോൾ നമ്മൾ സ്കിൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യും. സ്കിൽ അനാലിസിസിൽ കൂടെ നമുക്കറിയാൻ പറ്റും പോയിന്റ് ഔട്ട് ദ ഏരിയ ഇൻ വിച്ച് എവിടെയാണോ ഒരു സ്പെസിഫിക് സ്കില്ലിൻ്റെ ഇൻഅഡിക്വസി എവിടെയാണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു ഏരിയ മനസ്സിലാക്കി അതിനുള്ള കറക്റ്റീവായിട്ടുള്ള മെഷേഴ്സ്, അതായത് പ്രോപ്പറായിട്ട് കറക്റ്റീവ് ട്രെയിനിങ് പ്രോഗ്രാംസ് അതിനുവേണ്ടി അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഓർഗനൈസേഷൻ നമ്മളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഡിസൈഡ് ലെവൽ ഓഫ് പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് യൂസ് ഓഫ് ന്യൂ ടെക്നോളജി ആണ്. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് അപ്ഡേഷൻ. അപ്പോൾ ഡേ ബൈ ഡേ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ടെക്നോളജിയുമായിട്ട് എംപ്ലോയീസ് ഫെമിലിയർ ആവണം എന്നുണ്ടെങ്കിൽ അവർ ഫെമിലിയർ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും, അവർ വർക്കിൽ സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പോൾ അങ്ങനെ കുറേ നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നതാണ്. അപ്പോൾ ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാനും അതുവഴി നമുക്ക് ആക്സിഡൻസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ടെക്നിക്കിൽ നമുക്കത് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കണമെങ്കിൽ അവിടെ ട്രെയിനിങ് ആവശ്യമാണ്. ദെൻ കീപ് ദ എംപ്ലോയി ഡൈനാമിക് ആണ്. നമ്മളുടെ എംപ്ലോയീസിനെ നമ്മളെപ്പോഴും ഡൈനാമിക് ആയിട്ട് അപ് ടു ഡേറ്റ് ആക്കി വെക്കണം. അതായത് അവരെ അപ്പോൾ ഇറ്റ് വിൽ പ്രൊമോട്ട് അവർ ക്രിയേഷൻ, എംപ്ലോയീസ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നൊവേഷൻ, ഇതൊക്കെ മോട്ടിവേഷൻ ലെവലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒബ്സലസൻസ് ഓഫ് സ്കിൽസ്, അതായത് നമുക്ക് ഓൾറെഡി ഉള്ള സ്കില്ല് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ആ സ്കില്ല് നമ്മളിൽ നിന്ന് ഇല്ലാണ്ടായി പോവുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ പറയുന്നത് ത്രൂ ട്രെയിനിങ് നമുക്ക് ഒബ്സലസൻസ് ഇല്ലാണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, നമുക്ക് നമ്മളുടെ ഓൾറെഡി ഉള്ള സ്കില്ലിനെ ഒന്നുകൂടെ ഷാർപ്പൺ ചെയ്യാനും ട്രെയിനിങ്ങിൽ കൂടെ സാധിക്കും. ദെൻ മീറ്റ് ദ ഫ്യൂച്ചർ മാൻ പവർ നീഡ്സ് ആണ്. അതിൽ നമ്മൾ പറഞ്ഞു ഓരോ ഓർഗനൈസേഷനും ഫ്യൂച്ചർ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യും. അതായത് ഡൈവേഴ്സിഫിക്കേഷനോ എക്സ്പാൻഷനോ ഒക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ലൈൻ കൊണ്ടുവരാനോ ഒക്കെ അവർ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലേക്കൊക്കെ നമ്മളൊരു ഫ്യൂച്ചർ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരികയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ് അത്യാവശ്യമാണ്. ദെൻ ലാസ്റ്റ് വൺ ഇൻറ്റേർണൽ മൊബിലിറ്റി. ഒരു ജോബിൽ നിന്നും മറ്റൊരു ജോബിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ആ ജോബ് പെർഫോം ചെയ്യാൻ അവർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ആ ജോബ് പെർഫോം ചെയ്യാനായിട്ടുള്ള സ്കില്ലും നോളജും അവർക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ട്രെയിനിങ് തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് അവർക്ക് ഒരു ജോബ് പെർഫോം ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ ചെയ്യുന്ന ജോബല്ല പുതിയൊരു ജോബിലേക്ക് നമ്മൾ അവരെ അസൈൻ ചെയ്താലും ആ ജോബ് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് ആവശ്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ നീഡ് ഫോർ ട്രെയിനിങ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡെഫിനിഷൻ പഠിച്ചു ട്രെയിനിങ്ങിൻ്റെ. ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് എന്താണ് ഇംപ്രൂവിങ് ദ സ്കിൽ ആൻഡ് നോളജ് ഓഫ് എംപ്ലോയീസ് ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നോക്കി. എഫിഷ്യൻസി ഇമ്പ്രൂവ് ആവും, ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും,
ഓർഗനൈസേഷൻ കൾച്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവും, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റിഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ മാൻ പവർ ഒബ്സലസൻസും നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അഡ്വാൻറ്റേജ് ഓഫ് ട്രെയിനിങ് പറഞ്ഞു, അത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അഡ്വാൻറ്റേജ് ടു ദ ഓർഗനൈസേഷനും അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് ടു ദ എംപ്ലോയി. പിന്നെ നമ്മൾ നീഡ് ഫോർ ട്രെയിനിങ് ആണ് നോക്കിയത്. അതിൽ ജോബ് റിക്വയർമെൻറ്റ് പറഞ്ഞു, ട്രെയിനിങ് ഫോർ ഇംപ്രൂവ്ഡ് പെർഫോമൻസ്, യൂസ് ഓഫ് ന്യൂ ടെക്നോളജി, കീപ് ദ എംപ്ലോയീസ് ഡൈനാമിക്, മീറ്റ് ദ ഫ്യൂച്ചർ മാൻ പവർ നീഡ്സ്, പിന്നെ ഇന്റേണൽ മൊബിലിറ്റി. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. സോ താങ്ക് യു.